ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എഫബിൾ. നമ്മൾ ഇന്ന് നോക്കുന്നത് 8ാം ക്ലാസ്സിലെ ബയോളജിയാണ്. ദ ബ്യൂട്ടി ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ലെറ്റ്സ് അസ് എ സെക്ഷൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിലെ പാഠഭാഗം മുഴുവൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നോക്കാനുള്ളത് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് അസ് എസിലെ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Based on box A, identify and write the appropriate items from boxes B and C. മാച്ച് ദ ഫോളോയിങ് ആണ്. എ കോളത്തിന് മാച്ച് ആയത് കറക്റ്റായിട്ട് ബിയിലും സിയിലും മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്കോളജിക്കൽ ഇൻട്രാക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. ഫസ്റ്റ് വൺ പാരസൈറ്റീസ് ആണ്. പാരസൈറ്റിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ ഒരാൾക്ക് ബെനിഫിറ്റും ഒരാൾക്ക് ദോഷവുമാണ്. സോ അത് നേരെ മാച്ചായിട്ട് വരുന്നത് ഇ ആണ്. വൺ ബെനിഫിറ്റ്സ് ദ അതർ ഈസ് ഹാംഡ്. ഓക്കെ, ഒരാൾക്ക് ബെനിഫിറ്റ് ആണ്, മറ്റേ ഓർഗനിസത്തിന് ഹാംഫുൾ ആണ്. സോ പാരസൈറ്റിസത്തിന് മാച്ചായിട്ട് വരുന്ന ബി കോളത്തിൽ വരുന്നത് വൺ ബെനിഫിറ്റ്സ് ദ അതർ ഈസ് ഹാംഡ്, ഇ ആണ് വരുന്നത്. ഇനി അതിൻ്റെ എക്സാമ്പിളും ഇ ആണ്. കാറ്റ് ആൻഡ് ഫ്ലീ. കാറ്റും ഫ്ലീയും ആണ് പാരസൈറ്റിസത്തിനുള്ള എക്സാമ്പിൾ. ദെൻ നെക്സ്റ്റ് വൺ പ്രിഡേഷൻ ആണ്. പ്രിഡേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഒരാൾക്ക് ബെനിഫിറ്റ് ആണ്, മറ്റേ ആൾക്ക് ദോഷമാണ്. പ്രേ എന്ത് ചെയ്യാണ്? പ്രേ പ്രിഡേറ്ററുടെ ഫുഡായി മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ പ്രിഡേഷന് മാച്ചായിട്ട് വരുന്നത് ഏതാണ്? പ്രിഡേഷന് മാച്ചായിട്ട് വരുന്നത് ഡി ആണ്. ബെനിഫിഷ്യൽ ടു വൺ, ഹാംഫുൾ ടു അനദർ. ദ പ്രേ ബിക്കംസ് ഫുഡ് ഫോർ ദ പ്രിഡേറ്റർ. പ്രിഡേഷൻ്റെ മാച്ചായിട്ട് വരുന്ന ബി കോളത്തിൽ വരുന്നത് ഡി ആണ്. ഓക്കെ, ഇനി ഇതിന് എക്സാമ്പിള് ടൈഗർ ആൻഡ് ഡീർ, കടുവയും മാനും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ കമൻസാലിസ് ആണ്. കമൻസാലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു. എന്തായിരുന്നു കമൻസാലിസം? ഒരാൾക്ക് ഗുണമാണ്, മറ്റേ ആൾക്ക് ഗുണവും ഇല്ല ദോഷവും ഇല്ല. ആ റിലേഷൻഷിപ്പിനാണ് കമൻസാലിസം എന്ന് വിളിക്കുക. അപ്പം അതിന് മാച്ചായിട്ട് വരുന്നത് ഏതാണ്? ബി ആണല്ലേ. ബെനിഫിഷ്യൽ ടു വൺ, നെയ്തർ ബെനിഫിഷ്യൽ നോർ ഹാംഫുൾ ടു അനദർ. അപ്പം കമൻസാലിസത്തിന് മാച്ചായിട്ട് വരുന്നത് ബി ആണ്. അതിൻ്റെ അതിനുള്ള എക്സാമ്പിളാണ് വാൻഡ ആൻഡ് മാംഗോ ട്രീ, അതും ബി ആണ്. അപ്പോൾ കമൻസാലിസത്തിനുള്ള എക്സാമ്പിള് beneficial to one, neither beneficial nor harmful to another. Then അതിന് എക്സാമ്പിൾ വാൻഡേ മാംഗോ ട്രീ. ഇനി നാലാമതായിട്ട് വരുന്നത് മ്യൂച്വലിസം ആണ്. മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ രണ്ട് ഓർഗനിസത്തിനും ബെനിഫിറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ അതിന് മാച്ചായിട്ട് വരുന്നത് സി ആണ്. ബെനിഫിഷ്യൽ ടു ബോത്ത് ഓർഗനിസം. അതിൻ്റെ എക്സാമ്പിൾ എ ആണ്. ബട്ടർഫ്ലൈ ആൻഡ് ദി ഫ്ലവർ, പൂവും പൂമ്പാറ്റയാണ് എന്തിൻ്റെ എക്സാമ്പിള്? മ്യൂച്വലിസത്തിന് എക്സാമ്പിള്. ദെൻ ലാസ്റ്റ് വൺ കോമ്പറ്റീഷൻ ആണ്. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം തുടക്കത്തിൽ രണ്ടുപേർക്കും ദോഷം, ഫൈനലി ആരാണോ വിൻ ചെയ്യുന്നത് അവർക്ക് ബെനിഫിറ്റ് ആണ് അല്ലേ. അപ്പം അതിന് മാച്ചായിട്ട് വരുന്നത് ഏതാണ്? എ ആണ്. അറ്റ് ഫസ്റ്റ് ഹാം ടു ബോത്ത്, ലേറ്റർ ബെനിഫിറ്റ് ഫോർ ദ വിന്നർ. തുടക്കത്തിൽ രണ്ടുപേർക്കും ഹാംഫുൾ ആണ്, ദെൻ ലാസ്റ്റ് ആരാണോ വിൻ ചെയ്യുന്നത് അവർക്ക് എന്താണ്? ബെനിഫിറ്റ് ആണ്. അപ്പം അതിനുള്ള എക്സാമ്പിൾ ഏതാണ്? അതിനുള്ള എക്സാമ്പിൾ ഡി ആണ്. വീഡ് ആൻഡ് ക്രോപ്പ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് മാച്ച് ചെയ്യാനായിരുന്നു. ഇനി നമുക്ക് എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അവിടെ ഒരു ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റീഅറേഞ്ച് ദ ഗിവൺ ഫുഡ് ചെയിൻ ഇൻ ദ കറക്റ്റ് ഓർഡർ. അപ്പോൾ ആ ഫുഡ് ചെയിൻ കറക്റ്റ് ഓർഡറിലല്ല ഇരിക്കുന്നത്. അവിടെ കൊടുത്തിട്ടുള്ള ഫുഡ് ചെയിന് ഓർഡർ കറക്റ്റ് അല്ല. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതാം. ഏതൊരു ഫുഡ് ചെയിൻ്റെയും ഫസ്റ്റ് ആരാ ഉണ്ടാവുക? ഏതൊരു ഫുഡ് ചെയിൻ്റെയും ഫസ്റ്റ് പ്ലേസിൽ വരുന്നത് പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വരുന്നത് ആൽഗയാണ്. ആൽഗ കഴിഞ്ഞാൽ ദെൻ സെക്കൻഡ് ആര് വരും? ആൽഗേനെ കൺസ്യൂം ചെയ്യാനായിട്ട് ടാഡ്പോൾ ഉണ്ട്. ടാഡ്പോൾ എന്ന് വെച്ചാൽ തവളയുടെ കുഞ്ഞ്, വാൽമാക്രിയാണ് ടാഡ്പോൾ എന്ന് പറയുന്നത്. ഇനി ആ ടാഡ്പോളിനെ കഴിക്കാനോ? ടാഡ്പോളിനെ കൺസ്യൂം ചെയ്യുന്നത് ഫിഷാണ്. ഫിഷിനെ കഴിക്കാനായിട്ട് കിങ് ഫിഷർ. അപ്പം അങ്ങനെയാണ് ആ ഫുഡ് ചെയിൻ പോകുന്നത്. ആൽഗെ, ടാഡ്പോൾ, ഫിഷ്, കിങ് ഫിഷർ. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ആ ഫുഡ് ചെയിൻ കറക്റ്റ് ചെയ്ത് എഴുതാം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ പ്രൊഡ്യൂസർ, പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ ആൻഡ് ടെറിഷറി കൺസ്യൂമർ ഇൻ ദ ഫുഡ് ചെയിൻ. ഈ തന്നിട്ടുള്ള ഫുഡ് ചെയിനിൽ പ്രൊഡ്യൂസേഴ്സ് ആൽഗയാണ് പ്രൊഡ്യൂസർ. ദെൻ പ്രൈമറി കൺസ്യൂമർ എന്ന് പറയുന്നത് ടാഡ്പോൾ ആണ്. സെക്കൻഡറി കൺസ്യൂമർ എന്ന് പറയുന്നത് ഫിഷാണ്. ടെറിഷറി കൺസ്യൂമർ ആണ് കിങ് ഫിഷർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓർഗനിസം ബിലോങ്സ് ടു ദ തേർഡ് ട്രോഫിക് ലെവൽ ഇൻ ദിസ് ഫുഡ് ചെയിൻ? ഈ ഫുഡ് ചെയിനിൽ തേർഡ് ട്രോഫിക് ലെവലിൽ വരുന്ന ഓർഗനിസം ഏതാണെന്നാണ് ചോദിക്കുന്നത്.
അത് ഫിഷാണ്. നമുക്കറിയാം ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ വരുന്നത് പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആണ്. സോ ഇവിടെ ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ വരുന്നത് ആൽഗയാണ്. സെക്കൻഡ് ട്രോഫിക് ലെവലിൽ വരുന്നത് ടാഡ്പോൾ ആണ്. തേർഡ് ട്രോഫിക് ലെവലിൽ വരുന്നത് ഫിഷ്. ഫോർത്തിൽ വരുന്നത് കിങ് ഫിഷർ. ഓക്കെ, അപ്പോൾ ഇവിടെ തേർഡ് ട്രോഫിക് ലെവലിൽ വരുന്ന ഓർഗാനിസം എന്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഫിഷ് ആണ്. Then next question, if the fish in this food chain completely disappear, how would it affect the ecosystem? ഈ ഫുഡ് ചെയിനിൽ നിന്ന് ഫിഷ് ഡിസപ്പിയർ ആയിപ്പോയി. ഫിഷ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസം തന്നെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഈ ഫുഡ് ചെയിൻ എന്താ സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്. ഫിഷ് ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫിഷ് ഇല്ലാതായി കഴിഞ്ഞാൽ ടാഡ്പോളിൻ്റെ എണ്ണം ധാരാളമായിട്ട് കൂടാൻ തുടങ്ങും അല്ലേ? ടാഡ്പോളിൻ്റെ എണ്ണം കൂടുന്നവരും എന്തിൻ്റെ എണ്ണം കുറയും? അത് കഴിക്കുന്ന ആൽഗയുടെ എണ്ണം കുറയാൻ തുടങ്ങും. അതുപോലെ തന്നെ ഫിഷ് ഇല്ലാണ്ടായ ഫിഷിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കിങ് ഫിഷറിൻ്റെ എണ്ണം എന്ത് ചെയ്യും? അല്ലാണ്ട് കുറയാൻ തുടങ്ങും. അപ്പം എന്ത് ചെയ്യും? ആ ഒരു ഫുഡ് ചെയിൻ്റെ ബാലൻസ് തന്നെ ഇല്ലാണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ഫുഡ് ചെയിനിൽ ഓരോ ഓർഗാനിസത്തിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരെണ്ണം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ ബാലൻസിനെ തന്നെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, എ ഫുഡ് ചെയിൻ ക്രിയേറ്റഡ് ബൈ എ സ്റ്റുഡൻറ് ഈസ് ഗിവൺ ബിലോ. എക്സാമിൻ ഇറ്റ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഒരു കുട്ടി ഉണ്ടാക്കിയ ഒരു ഫുഡ് ചെയിൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒബ്സർവ് ചെയ്ത് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആ ഫുഡ് ചെയിൻ? ഫസ്റ്റ് പാഡി പ്ലാന്റ് ഉണ്ട്, ദെൻ അതിനെ കൺസ്യൂം ചെയ്യുന്നതായിട്ട് ബാക്ടീരിയ അല്ലെങ്കിൽ ഡീകമ്പോസേഴ്സ് ആയിട്ടുള്ള ബാക്ടീരിയനെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഈസ് ദ ഫുഡ് ചെയിൻ ക്രിയേറ്റഡ് ബൈ ദ സ്റ്റുഡൻറ് കറക്റ്റ്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? വാട്ട് ഈസ് ദ ജസ്റ്റിഫിക്കേഷൻ ഫോർ ഇറ്റ്? അപ്പോൾ ഈ തന്നിട്ടുള്ള ഫുഡ് ചെയിൻ കറക്റ്റ് ആണോ? നിങ്ങളുടെ അഭിപ്രായവും ആ അഭിപ്രായം പറയാനുള്ള വ്യക്തമായുള്ള റീസണാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഫുഡ് ചെയിൻ കറക്റ്റ് ആണോ അല്ലയോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. ഈ ഫുഡ് ചെയിൻ കറക്റ്റ് അല്ല അല്ലേ? എന്തുകൊണ്ടാണ് ഈ ഫുഡ് ചെയിൻ കറക്റ്റ് അല്ലാത്തത്? ഫുഡ് ചെയിനിൽ ഒരിക്കലും നമ്മൾ ആരെയും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ഡീകമ്പോസേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഫുഡ് ചെയിനിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ് തന്നെയാണ് ഡീകമ്പോസേഴ്സ്. പക്ഷേ നമ്മളൊരു ഫുഡ് ചെയിൻ എഴുതുമ്പോൾ അതിലൊരിക്കലും ആരെയും എഴുതുന്നില്ല, ഡീകമ്പോസേഴ്സിനെ എഴുതുന്നില്ല. ഒരു ഫുഡ് ചെയിനിൽ എപ്പോഴും നമ്മൾ എഴുതുന്നത് എന്താ? ഒരു ജീവി അതിനെ കഴിക്കുന്ന മറ്റൊരു ജീവി, അങ്ങനെയാണ് ഫുഡ് ചെയിൻ പോകുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ എന്താണ്? ഈ ഫുഡ് ചെയിൻ തെറ്റാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? ഈ ഫുഡ് ചെയിൻ എന്തല്ല? കറക്റ്റ് അല്ല. അപ്പം നമുക്കിത് നോ എന്ന് പറയാം. എന്തുകൊണ്ടാണ്? റീസൺ ചോദിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ റീസൺ പറയണം. ഡീകമ്പോസേഴ്സ് ആർ നോട്ട് ഇൻ ദ ഫുഡ് ചെയിൻ ബിക്കോസ് ദേ ആക്ട് ഓൺ ഡെഡ് മാറ്റേഴ്സ്. ഡീകമ്പോസേഴ്സ് എന്താണ്? ഫുഡ് ചെയിൻ്റെ ഭാഗമായിട്ട് വരുന്നില്ല. ഡീകമ്പോസേഴ്സ് എന്താ ചെയ്യുന്നത്? ഡെഡ് മാറ്റേഴ്സിലാണ് ഡീകമ്പോസേഴ്സ് പ്രവർത്തിക്കുന്നത്. എ ഫുഡ് ചെയിൻ ഷോസ് ഹൂ ഈറ്റ്സ് ഹും വൈൽ ഓർഗാനിസംസ് ആർ എലൈവ്. ഒരു ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് ആരെ കഴിക്കുന്നു, ജീവനോടെ കഴിക്കുന്നതിനെയാണ് നമ്മൾ എന്തിൽ ഇൻക്ലൂഡ് ചെയ്യുക? ഫുഡ് ചെയിനിൽ ഇൻക്ലൂഡ് ചെയ്യുക അല്ലേ? ഇപ്പോൾ പുല്ല് കഴിക്കാൻ പുൽച്ചാടിയുണ്ട്, പുൽച്ചാടിനെ കഴിക്കാൻ തവള, അങ്ങനെ പോകുന്നതാണ് എന്ത്? ഫുഡ് ചെയിൻ. അപ്പോൾ അതിലൊരിക്കലും ആര് വരുന്നില്ല? ഡീകമ്പോസേഴ്സ് വരുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ഡീകമ്പോസേഴ്സ് ലൈക്ക് ബാക്ടീരിയ ഡിഡ് നോട്ട് എക്സിസ്റ്റ്? അപ്പോൾ ഈ ബാക്ടീരിയ പോലെയുള്ള ഡീകമ്പോസേഴ്സ് ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്. എന്താ സംഭവിക്കുക? ഡീകമ്പോസേഴ്സ് ആയിട്ടുള്ള ബാക്ടീരിയ, ഫംഗസ് അങ്ങനെയൊക്കെയുള്ള ഡീകമ്പോസേഴ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ എർത്തിലുള്ള ഡെഡ് ആൻഡ് ഡിക്കേയിങ് മാറ്ററൊക്കെ എന്ത് ചെയ്യുന്നത്? മണ്ണിൽ വിഘടിച്ച് അലിഞ്ഞ് ചേരുന്നത് അല്ലേ? അപ്പോൾ ആ ഡീകമ്പോസേഴ്സ് ഇല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ എന്ത് ചെയ്യും? ഈ വേസ്റ്റൊക്കെ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കും, അങ്ങനെ കുന്നുകൂടി കിടക്കും അല്ലേ? അതുപോലെ തന്നെ ഈ വേസ്റ്റിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എനർജി മണ്ണിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഡീകമ്പോസേഴ്സ് ഇല്ലെങ്കിൽ ആ എനർജി റിലീസ് ചെയ്യാൻ പറ്റുമോ? ആ എനർജി റിലീസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എനർജി റിലീസ് ചെയ്തില്ലെങ്കിൽ പ്ലാന്റ്സിന് വളരാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടാണ്ടാവും. പ്ലാന്റ്സ് ഇല്ലാണ്ടായ ബാക്കിയുള്ള ഓർഗാനിസംസ് ഏതും എന്ത് ചെയ്യും? ഇല്ലാണ്ടാവും. അപ്പോൾ വളരെ ചെറുതായിട്ടുള്ള ഡീകമ്പോസേഴ്സിന് നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ നിലനിൽപ്പിന് വലിയൊരു റോളുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. ഡീകമ്പോസേഴ്സ് ഇല്ലാണ്ടായ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റേഴ്സ് അക്യുമുലേറ്റഡ് ഇൻ ദ എൻവയോൺമെൻറ്റ്. ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റേഴ്സ് നമ്മുടെ എൻവയോൺമെൻറ്റിൽ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കും, കുന്നുകൂടി കിടക്കും. ന്യൂട്രിയൻസ് വുഡ് നോട്ട് ഹാവ് ബീൻ റീസൈക്കിൾ ടു ദ സോയിൽ. ന്യൂട്രിയൻസ് എന്ത് ചെയ്യില്ല? ന്യൂട്രിയൻസ് ഒന്നും റീസൈക്കിൾ ചെയ്ത് തിരിച്ച് മണ്ണിലേക്ക് എത്തില്ല. സോ ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ റിഡ്യൂസ്ഡ്. അങ്ങനെ എന്ത് ചെയ്യും? നമ്മുടെ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി വല്ലാണ്ട് കുറയാൻ തുടങ്ങും. പ്ലാന്റ്സ് ഡിഡ്ന്റ് ഗെറ്റ് ന്യൂട്രിയൻസ് ഫ്രം സോയിൽ ലീഡ്സ് ടു ഡിസ്ട്രപ്റ്റിംഗ് ദ ഫുഡ് ചെയിൻ. പ്ലാന്റ്സിന് എന്ത് കിട്ടില്ല? അപ്പോൾ ഈ ഫുഡ് ചെയിനിലൂടെ എനർജി ഒന്നും
മണ്ണിലേക്ക് റിലീസ് ആവാണ്ടിരുന്ന എന്തില്ല, പ്ലാന്റ്സിന് വളരാനുള്ള ന്യൂട്രിയൻസ് ഒന്നും കിട്ടാണ്ടാവും, പ്ലാന്റ്സ് ഇല്ലാണ്ടാവും. പ്ലാന്റ്സ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ഫുഡ് ചെയിനിൻ്റെ ബാലൻസ് തന്നെ ഇല്ലാണ്ടായി പോകുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡീകമ്പോസേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഡീകമ്പോസേഴ്സ് ഇല്ലാണ്ടായി എന്തൊക്കെയാണ് സംഭവിക്കുക? ഡെഡ് ആൻഡ് ഡിക്കേയിങ് മാറ്റേഴ്സ് അക്യുമുലേറ്റഡ് ഇൻ ദ എൻവയോൺമെന്റ്. Nutrients would not have been recycled to the soil, so the fertility of the soil reduced. Plants didn't get nutrients from soil leads to disrupting the food chain. അപ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? എർത്തിൽ വേസ്റ്റുകൾ അക്യുമുലേറ്റ് ചെയ്യും, ന്യൂട്രിയൻസ് ഒന്നും മണ്ണിലേക്ക് റീസൈക്കിൾ ചെയ്ത് വരാതാവും, പ്ലാന്റ്സിന് ഗ്രോ ചെയ്യാനുള്ള ന്യൂട്രിയൻസ് കിട്ടാണ്ടാവും, പ്ലാന്റ്സ് ഇല്ലാണ്ടാവും. ദെൻ എന്ത് ചെയ്യും, നമ്മുടെ ഫുഡ് ചെയിനിലുള്ള ഓരോ ഓർഗനിസത്തിനും സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. Okay, then last question, write an example of a decomposer other than bacteria. ബാക്ടീരിയ അല്ലാതെ മറ്റൊരു ഡീകമ്പോസറിന് എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫംഗസുകളെല്ലാം എന്തിന് എക്സാമ്പിളാണ്? ഡീകമ്പോസേഴ്സിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ എർത്ത് വേമും ഡീകമ്പോസേഴ്സിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിലെ ലെറ്റ്സ് അസസ് ക്വസ്റ്റ്യൻ. 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് 3 നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഈ ഒരു ക്ലാസ്സോടെ നമ്മൾ ക്ലോസ് ചെയ്യാണ്. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.